ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതനെ കാണിക്കണം. അച്യുതൻ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. ആഹാ, ഇത് ആരാ വന്നിരിക്കുന്നത്? അച്യുതനോ? വാ വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അച്യുതനെ ക്ഷണിച്ചിരുത്തുകയാണ്. എന്താ അച്യുത പെട്ടെന്ന് വരാനുള്ള കാരണം? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോഴേക്കേ ബുദ്ധിമുട്ടൊന്നുമില്ല, തലവേദന, പിന്നെ കണ്ണിന് കാഴ്ചമങ്ങൽ അങ്ങനെ കൂടുതലായിട്ടുണ്ടോ? ആ ഉണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഡോക്ടറെ ഞാനിപ്പോൾ വന്നതേ ഡോക്ടർ തരാറുള്ള ആ മരുന്നില്ലേ, അതൊരു 3 മാസത്തേക്ക് മേടിക്കാനാ. 3 മാസത്തേക്കോ? അതെന്താ 3 മാസത്തേക്ക് മേടിക്കുന്നത്? അത് പിന്നെ ഡോക്ടറെ, ഞങ്ങളെ നാട് വിട്ട് പോവാണ് ഡോക്ടറെ, ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോകാനോ? അതെന്താ വെച്ചാൽ നാട്ടിലേക്ക് പോകുന്നത്? അതിൻ്റെ കാര്യം എന്താണ്? അവിടെ ഇതേപോലെ നല്ല ഹോസ്പിറ്റലുകളുണ്ടോ? ഇല്ല, ഡോക്ടർ പറഞ്ഞ ശരിയാ, അവിടെ നല്ല ഹോസ്പിറ്റലൊന്നുമില്ല. ഒരു 5 കിലോമീറ്റർ മാറിയിട്ടൊക്കെയാണ് നല്ല ഹോസ്പിറ്റലുള്ളൂ. ഒരു കുഗ്രാമമാണത് എന്നൊക്കെ പറയാ. അയ്യോ, അത് വലിയ റിസ്ക് ആവൂലേ എന്ന് പറഞ്ഞപ്പോഴേക്ക്, എന്ത് റിസ്ക് ആവാൻ ഡോക്ടറെ, അൾസറല്ലേ, അൾസറിന് ഭക്ഷണത്തിൽ കുറേ ശ്രദ്ധിക്കാം, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്? നിങ്ങൾ എന്തേ പറയുന്നത്? അൾസറോ? എനിക്ക് അൾസറല്ലേ ഡോക്ടറെ. അച്യുതാ, താൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തനിക്ക് അൾസറല്ല, ക്യാൻസറാണ് എന്ന് പറയാം, ബ്രെയിൻ ട്യൂമർ. ഇത് കേട്ടതും അച്യുതനാകെ ഞെട്ടിപ്പോവാണ്. എന്താ ഡോക്ടറെ? ബ്രെയിൻ ട്യൂമറാണ്. എടോ, തൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടിയല്ലേ തൻ്റെ മകൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്, പൈസക്ക് വേണ്ടി. മോളെപ്പോഴും എൻ്റെ കാണാനായിട്ട് വരും, എന്നിട്ട് പൈസ റെഡിയായിട്ടില്ല, പക്ഷെ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി അലഞ്ഞ് തിരിയാത്ത സ്ഥലങ്ങളില്ല. പാവോടോ, തനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാവോ? തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അച്യുതാ, തനിക്ക് ഇങ്ങനെ ഒരു മകളെ കിട്ടിയതേ തൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ഇക്കാലത്ത് അച്ഛനമ്മമാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഏത് മക്കളാ ഉള്ളത്? പക്ഷേ ഭൂമിയെ പോലൊരു നല്ല മകളെ കിട്ടിയത് തൻ്റെ പുണ്യാടോ എന്നൊക്കെ പറയാ. ഇതെല്ലാം കേട്ട് അച്യുതൻ ആകെ ഷോക്കായിട്ട് നിൽക്കുക. ശരി ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ നേരെ വഴിയിലേക്ക് ഇറങ്ങുമ്പോഴും തൻ്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. അന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതും, അച്ഛൻ അവിടെ ഇരുന്നാൽ മതി, ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞതും, അങ്ങനെ അച്ഛനും മകളുമായിട്ട് കറങ്ങി നടന്നതും, അച്ഛൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരിക. അച്യുതനും കരഞ്ഞ് മടുത്തു. അങ്ങനെ പിന്നീട് കാണിക്കുന്ന അച്യുതൻ്റെ വീടാ. അപ്പോൾ അമ്മയാണെങ്കിൽ എല്ലാ സാധനങ്ങളും പെറുക്കി നേരെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. വണ്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും, എന്ത് പറ്റി ചേച്ചി, എന്തിനാ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള കാരണം? ഇനി തിരിച്ച് വരില്ലേ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, ഇനി തിരിച്ച് വരില്ല. പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള കാര്യം എന്താ? അങ്ങനെ കാര്യമൊന്നുമില്ല, പോകണമെന്ന് തോന്നി, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മുടെ ഭൂമിയെ കാണിക്കാം. അപ്പോൾ ഭൂമിയെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഭൂമി ചായ എടുത്ത് കൊടുക്കാനുള്ള ഭയങ്കര ധൃതിയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കോള് വരുന്നത്. അപ്പോൾ ഭൂമി ചേച്ചിയോട് പറയുകയാണ്, ചേച്ചി ആ ചായ എടുത്ത് കൊടുത്തേക്കട്ടെ, ഞാൻ ഈ കോളൊന്ന് എടുക്കട്ടെ. ഇങ്ങനെ കോൾ എടുത്തിട്ട് ഭൂമി പറയുകയാണ്, സിസ്റ്ററെ, എന്നെ മനസ്സിലായോ? സിസ്റ്ററിൻ്റെ മനസ്സിൽ മാത്രമല്ല എൻ്റെ ഫോണിലും ഉണ്ട് സിസ്റ്ററെ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഭൂമി ഒരിത് കൊടുത്തില്ലായിരുന്നോ, അതെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പൈസ കിട്ടുമെന്നും പറയുകയാണ്. അയ്യോ, ഒരുപാട് നന്ദിയുണ്ട് സിസ്റ്റർ, എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷിക്കണം മാത്രമേ എൻ്റെ ഒരു ചിന്തയുള്ളൂ, ഏതായാലും പൈസ മേടിക്കാനായിട്ട് ഞാൻ വന്നേക്കാം. ഉടനെ തന്നെ വന്നോ, ഭൂമിയെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ, ചേച്ചി ഞാനേതായാലും വീട്ടിലേക്ക് പോകണേ, ചില സാധനങ്ങൾ എല്ലാം അടുക്കിപ്പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും, ഞാൻ ഇന്ന് തന്നെ പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചേച്ചിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്തിനാ ചേച്ചി സങ്കടപ്പെടുന്നത്? എൻ്റെ ജീവിതവും ജീവനുമാണ് ഈ കട, ചേച്ചി അത് നന്നായിട്ട് തന്നെ നോക്കണം. ഇപ്പോഴും ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, ചേച്ചി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിടയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും, ചേച്ചി ഒരു ടെൻഷൻ ആവണ്ട. അങ്ങനെ അച്യുതൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പോൾ ഈ ലോറി ഡ്രൈവർ ചോദിക്കുകയാണ്, നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്, രാവിലെ തന്നെ ഇന്ന് 6 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പാങ്കാലത്ത് അവിടെ എത്തും, ആ ഒരു രീതിയിൽ നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എല്ലാ അച്ചൂട്ടൻ വരട്ടെ, അച്ചൂട്ടൻ വന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ കുറച്ചും കൂടി പാത്രങ്ങളൊക്കെ അകത്തുണ്ട്, അതും കൂടി എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പോവുകയാണ്. അച്യുതൻ്റെ ഭാര്യ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴാണ് ദാ വരുന്നത് അച്യുതൻ. അപ്പോൾ അച്യുതൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കയറ്റി വെച്ചിരിക്കുകയാണല്ലോ. അപ്പം അംബിക വന്നിട്ട്, അച്യുതൻ എത്ര നേരം ഇതെല്ലാം ഞങ്ങൾ കയറ്റിയല്ലോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ പോകുന്ന കാര്യത്തിലൊരു തീരുമാനമുണ്ട്, ഒരു ചെറിയൊരു ചേഞ്ച് ആണെന്ന് പറയുകയാണ്. ചേഞ്ചോ? എന്ത് ചേഞ്ചാണ്? അത് പിന്നെ ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. ഇനി പോകുന്ന ടൈം ആകുമ്പോൾ തന്നോട് പറയാം. ഇന്ന് ഏതായാലും ഞങ്ങൾ പോകുന്നില്ല, ഈ കയറ്റിയ സാധനങ്ങളെല്ലാം ഇറക്കി നേരെ വീടിനകത്തോട്ട് കയറ്റിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇയാൾക്കൊരു 500 എടുത്ത് കൊടുക്കേണ്ടത് താൻ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്യുത നേരെ അകത്തേക്ക് കയറി പോവാം.
അച്യുതൻ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും അംബിക ഓടി ചെന്നിട്ട് എന്താ അച്ചുവേട്ടാ, ഇന്നലെ പറഞ്ഞു ഇന്ന് പോകണമെന്ന്, ഇന്ന് പറയുന്നു പിന്നെ ഒരു ദിവസം പോകാമെന്ന്. ഇതെന്താണ് അച്ചുവേട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ചുവേട്ടൻ തലക്ക് വെളിവില്ല അച്ചുവേട്ടാ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അംബികേ, ഇവിടുന്ന് പോയാൽ ശരിയാവില്ല അംബികേ. നമ്മുടെ മോളെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, അതിനേക്കാളും മേലെയാണ് അംബികേ നമുക്കിങ്ങനൊരു മോളെ കിട്ടിയതേ. വലിയൊരു ഭാഗ്യം തന്നെയാ. എന്താ അച്ചുവേട്ടാ പറഞ്ഞു വരുന്നത്? ഞാൻ ഇന്നേ എന്നെ ചികിത്സിക്കുന്ന ആ ഡോക്ടറില്ലേ, ആ ഡോക്ടറെ ഞാൻ കാണാൻ പോയായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മളിൽ നിന്ന് നമ്മുടെ മകൾ മറച്ചു വെച്ച ആ രഹസ്യം. എന്ത് രഹസ്യം? അതായത് എനിക്ക് അൾസർ അല്ല അംബികേ, എനിക്ക് ക്യാൻസറാ, ബ്രെയിൻ ട്യൂമർ എന്ന് പറയാ. ഇത് കേട്ടതും അംബികയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു, കണ്ണീരിങ്ങനെ പൊട്ടി ഒലിച്ചു വരികയാണ്. അപ്പോഴേക്കും അതേ അംബികേ, എനിക്കിനി അധികം ആയുസില്ല അംബികേ. അപ്പം ഞാനിവിടുന്ന് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ആരാ ഉള്ളത്? അല്ലേ അംബികേ എന്ന് ചോദിക്കുമ്പോൾ അംബിക അപ്പുറത്തേക്ക് മാറിപ്പോയി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില. അങ്ങനെ കരച്ചിൽ കുറച്ചേരൊക്കെ ഇങ്ങനെ അടക്കി നിർത്തിയതിന് ശേഷം അംബിക വീണ്ടും വരികയാണ്. അച്ചുവേട്ടാ, എന്തൊക്കെയാ അച്ചുവേട്ടാ ഈ പറയുന്നത്? അതെ അംബികേ, ഇവിടെ നാളെ നല്ലൊരു ഫംഗ്ഷൻ വെക്കണം, എല്ലാവരെയും വിളിക്കണം, ആ കൂട്ടത്തിൽ സത്യനെയും കൂടി വിളിക്കണം. അവരെ വിളിക്കണം. അതിനുശേഷം മോൾക്ക് വേണ്ടി നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് പോവാണ്. എന്ത് കാര്യം ചെയ്യാനായിട്ട് പോകുന്നു? അതായത് ആ ഫംഗ്ഷനിൽ മോളുടെ അച്ഛനും ഉണ്ടാകും. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയും മോളുടെ അച്ഛൻ ഇതാണെന്ന്. എന്നിട്ട് മോളെ സന്തോഷത്തോടു കൂടി തന്നെ ആ അച്ഛന് ഞാൻ കൈമാറാനായിട്ട് പോവാണ്. അച്ചുവേട്ടാ, എന്തൊക്കെയാ അച്ചുവേട്ടാ പറയുന്നത്? എനിക്ക് താങ്ങാൻ പോലും പറ്റുന്നില്ല. ഇല്ല അച്ചുവേട്ടാ, എനിക്ക് താങ്ങാൻ പറ്റൂല, ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അച്ചുവേട്ടാ. ഒന്ന് സംസാരിക്കാം. ഇതെല്ലാം ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടി എന്തിനാ അവളുടെ ജീവിതം കളയുന്നത്? എന്നെ രക്ഷിക്കാൻ, എൻ്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി അവള് ഒരുപാട് പേരുടെ കയ്യിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണെന്ന് ഇതെല്ലാം എന്നോട് പറഞ്ഞത് ഡോക്ടറാ. ഇങ്ങനൊരു മകളെ കിട്ടിയത് അച്യുതാ തൻ്റെ ഭാഗ്യമാണെന്ന് വരെ ഡോക്ടർ എന്നോട് പറഞ്ഞ്. അപ്പം പിന്നെ ആ മകൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ അംബികെ? അത് ചെയ്തില്ലെങ്കിൽ ഞാൻ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോവില്ലേ? അതുകൊണ്ട് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നീ സങ്കടപ്പെടല്ലേ, നമ്മുടെ മോളുടെ നല്ലതിന് വേണ്ടിയാ. ഞാൻ മരിച്ചു പോയാലും നിന്നെ അവൾ പൊന്നുപോലെ നോക്കിക്കോളും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഉള്ള കാലം മുഴുവനും അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കണം, അവൾ സമാധാനത്തോടെ ജീവിക്കണം. അവൾ അനാഥയല്ല എന്ന് അവൾ തിരിച്ചറിയണം അംബികെ. ഇതിനു വേണ്ടി തന്നെയാണ് നാളെ ഒരു ഫംഗ്ഷൻ വെക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ അച്യുതൻ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭൂമി വരുന്നത്. അപ്പോൾ ഭൂമിയുടെ വണ്ടിയുടെ ശബ്ദം കഴിഞ്ഞപ്പോഴേക്കും മോള് വരുന്നുണ്ട്. കച്ചിലൊക്കെ നിർത്തിക്കോ. അങ്ങനെ മോള് വരിക. മോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി വെച്ചിരിക്കുക. ഇതെന്താ, വണ്ടിക്കാരൻ വന്നില്ലേ? സാധനങ്ങളെല്ലാം എവിടെ ഇരിക്കുന്നു? എന്താ പറ്റിയത്? അപ്പോൾ അച്യുതൻ ചോദിക്കുകയാണ്, മോളുടെ മനസ്സിൽ ആഗ്രഹം എന്താ? വണ്ടിക്കാരൻ വരണോന്നോ വണ്ടിക്കാരൻ വരണ്ടായെന്നോ? അല്ല, അച്ഛൻ്റെ തീരുമാനം എന്താണോ അതേപോലെ തന്നെ നടക്കട്ടെ. മോൾക്ക് എന്താണ് ആഗ്രഹമെന്ന് മോള് അച്ഛനോട് ആദ്യം പറ. പോകണ്ട, വണ്ടിക്കാരൻ വരണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. ആണോ? ഉറപ്പിച്ചോ? അല്ല, അച്ഛൻ ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. ഏതായാലും നാട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല, ഇവിടെ തന്നെ കഴിയാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭൂമിക്ക് വന്ന സന്തോഷം. ഭൂമി അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. ആണോ അച്ഛാ? സത്യമാണ് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും അച്ഛന് നല്ല ബുദ്ധി തോന്നിയല്ലോ, നല്ല കാര്യമാണ് അച്ഛാ. ഇപ്പോഴെങ്കിലും അച്ഛന് ഈ ബുദ്ധി തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ തോന്നാനാ മോളെ? പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് അച്ഛൻ ഇപ്പം നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതെ അച്ഛാ, അച്ഛൻ നല്ലൊരു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അംബികനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്തിനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സന്തോഷമായില്ലേ? അമ്മ പറയുന്നുണ്ടായിരുന്നല്ലോ അച്ഛനോട്, നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിയും, നമുക്ക് കടയുണ്ടോ, നമ്മൾക്ക് ഭക്ഷണം കഴിച്ച് കഴിയണ്ടേ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പം സന്തോഷമായില്ലേ? നമ്മൾ ഇവിടെ വിട്ട് എങ്ങും പോകുന്നില്ല, നമ്മുടെ കട നമുക്ക് സ്വന്തം. ഇപ്പോൾ സന്തോഷമായില്ല അമ്മയ്ക്ക്? അപ്പോഴും ഇങ്ങനെ ഇത് ഭയങ്കര കരച്ചിലാണ്. എൻ്റെ ദൈവമേ, ഇതെന്ത് പറഞ്ഞിട്ടും ഈ അംബികയുടെ കണ്ണീര് തീരുന്നില്ലല്ലോ. എന്തിനാ അംബിക അമ്മ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇങ്ങനെ കരയല്ലേന്നേ എന്നൊക്കെ പറയാണ്. അല്ല, ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാന്ന് അച്യുതൻ പറയാണ്. എന്താണ്? വല്ല മീറ്റിംഗ് വല്ലതും ആണോ? ഒരു അടിസ്ഥാന മീറ്റിംഗ് ആണ്. എന്നാൽ പിന്നെ ട്രംപിനെ വിളിക്കട്ടെ, അതാകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അത്യാവശ്യം കുറേ ആൾക്കാരെയൊക്കെ വിളിക്കണം.
അതിനുവേണ്ടിയാണ് ഞാനിങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നാളെ എനിക്കൊരു ലോട്ടറി അടിച്ചയക്കും എന്ന് അച്യുതൻ ഈ ഭൂമി പറയുകയാണ്. അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തണമല്ലോ, അതിനു വേണ്ടി ആ പണം ചെലവഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ടാ അച്യുതൻ ഞെട്ടിപ്പോവാ. അപ്പോൾ ഭൂമി അയ്യടാ എന്നായിപ്പോയി. പറയാതെ പറഞ്ഞല്ലോ. അത് പിന്നെ അച്ഛാ, ഓപ്പറേഷനല്ല, അച്ഛൻ്റെ അൾസറാണല്ലോ, ആ പൾസറിന് വേണ്ടിയുള്ള നല്ല ചികിത്സകളെല്ലാം നടത്തണമല്ലോ, അതിന് പണം വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി മോളെ. പക്ഷേ എന്നാലും നമ്മൾ നാളെ ഒരു ഫംഗ്ഷൻ നടത്താൻ പോവാ, അതിനൊരു പേര് വേണ്ടേ? പേര് വേണം. അപ്പോൾ അച്യുതൻ ഡേ അങ്ങനെ ഇട്ടാലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നാളെ ഫാദേഴ്സ് ഡേ എന്ന് ഇട്ടാലോ? അപ്പോൾ അംബിക പറയാണ്, അതിന് നാളെ ഇല്ലല്ലോ മോളെ ഫാദേഴ്സ് ഡേ. എങ്കിലേ നാളെ നമ്മൾ അങ്ങോട്ട് ഫാദേഴ്സ് ഡേ ആക്കുന്നു, എന്താ അതുപോരെ എന്ന് ചോദിക്കുകയാണ്. ശരി, മോളുടെ ആഗ്രഹം എന്താണോ അതേപോലെ തന്നെ. അതെ, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്താണോ അതേപോലെ തന്നെ വേണം ഈ ഭൂമിയും മാറാനായിട്ട്. മനസ്സിലായല്ലോ അച്ഛാ? ഇനിയേ ആരും ഒന്നും കൊണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഫംഗ്ഷൻ നടത്തുന്നു. അതെ മോളെ, ഫംഗ്ഷൻ നടത്തുന്ന നേരത്തെ തറവാട്ടിലുള്ള എല്ലാവരും വിളിക്കണം. മുത്തശ്ശിയെയും അവിടെയുള്ള എല്ലാവരും വരട്ടെ. പിന്നെ പ്രത്യേകിച്ച് ആ സത്യനെ വിളിക്കണം എന്ന് പറയാണ്. അച്ഛാ, ആര് വന്നില്ലെങ്കിലേ സത്യൻ സാറ് വരും. എന്താണെന്നറിയാവോ, ഈ സത്യൻ സാറിനെ എന്നെ ഭയങ്കര ഇഷ്ടം, ഒരു മോളെ പോലെ തന്നെ എന്നെ ഇഷ്ടമാണെന്നും നമ്മുടെ ഭൂമി പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്യുതന് ഭയങ്കര സങ്കടം തോന്നുക, അതിലുപരി സന്തോഷവുമുണ്ട്. തൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.